തേങ്ങ ഇടുന്ന ഷെഡാണിത്. ഇതിനകത്തുനിന്ന് തേങ്ങ എല്ലാം പെറുക്കി മാറ്റി കണ്ടില്ലേ, ഉണക്ക തേങ്ങ ഇരിക്കുന്നുണ്ടോ? ഇതെല്ലാം എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾക്കിത് വെട്ടി ഉണക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതൊരു ചേട്ടന് എല്ലാം വെട്ടുന്നുണ്ട്. പുള്ളി ചോറുണ്ണാൻ പോയി. ധൈര്യമായിട്ട് നമുക്ക് ബാക്കി പറയാം. തേങ്ങ എല്ലാം വെട്ടിയതാണ്. നിങ്ങളെ ഒന്ന് കാണിച്ചു ഇതാണ്. ഇത്രയും പൊങ്ങി ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തോരു ടേസ്റ്റുള്ള ഒരു സാധനമാണെന്നറിയാം. ഇത് ഇപ്പം ഇതൊക്കെ വിൽക്കാൻ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും കുറേ നല്ലത് നോക്കി എടുക്കും, ബാക്കി കളയും. ഈ പൊങ്ങ് വെച്ച് ഞാൻ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുഡിങ് പിന്നെ ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞ കൊല്ലം ഷേക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഈ ഷേക്കിൻ്റെ വീഡിയോ വേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അതുപോലെ പിന്നെ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം അതിനകത്തുണ്ട്. ഇപ്പം വേണേൽ ഒരു വീഡിയോയും കൂടെ വേണേൽ എടുത്ത് കാണിക്കാം. അതുപോലെ നല്ലതാണ്. ഇത് ഇച്ചിരി ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കഴിക്കണം. എന്നാന്ന് വെച്ചാൽ അത്രയ്ക്ക് മധുരവും ടേസ്റ്റുമാണ്. എന്നാന്ന് ചോദിച്ചാൽ തേങ്ങയുടെ സത്താണ് ഇത്. വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഉള്ളതായത്. ഫ്രിഡ്ജിനകത്ത് ഇത് സൂക്ഷിച്ചും വെക്കാം. കുറേ ദിവസം വേണമെങ്കിലും നല്ലപോലെ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എടുക്കാം. പുള്ളി ഇവിടെ വന്ന് ഈ തേങ്ങ വാക്കത്തി കൊണ്ട്, ഈ വാക്കത്തി കൊണ്ട് വെട്ടി എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് ചെറുതായിട്ട് അരിയും. അരിയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ എണ്ണ നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് ഇങ്ങനെ അരിയുമ്പോൾ എളുപ്പം അത് ഉണങ്ങിയെടുക്കും. ഉണങ്ങുന്നതിനേക്കായി നമ്മൾ മില്ലി ചെല്ലുമ്പോൾ അവർ ചെറുതായിട്ട് അരിഞ്ഞതിനാണ് അവർക്ക് ഇഷ്ടമുള്ളത്. കാരണം എളുപ്പം അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാ വർഷവും ഞങ്ങളൊരു 2000 തേങ്ങ വീതം വെട്ടി ഉണക്കുന്നുണ്ട്. ടയറിനകത്ത് കണ്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് നല്ലപോലെ ഉണങ്ങിയതാണ്. നല്ല കൊപ്ര മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഒരു ചെറിയ മണമോ കളർ വ്യത്യാസമോ ഉള്ളതൊന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. അത്രയ്ക്ക് നല്ല എണ്ണയാണ് ഞങ്ങളുടെ കേട്ടോ. ഇതൊന്ന് എടുത്ത് തിന്നാൻ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ അത് തിന്നോണ്ടിരിക്കും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ചുമ തുടങ്ങി. എണ്ണയില്ലേ അത്. നേരത്തെ ഒന്നും ഇത് ഇല്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ഇതുകൊണ്ട് ഇവിടാണ് ഇതിൻ്റെ തീ കത്തിക്കുന്ന സ്ഥലം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് 3-4 തൊണ്ടിട്ട് കൊടുക്കണം. ഒരു കഷ്ണം വിറകും ഇട്ട് കൊടുത്താൽ മതി. രാവിലെ ഇട്ട് കൊടുത്താൽ വൈകുന്നേരം വരെയും നല്ല ചൂടായിരിക്കും കത്തി കഴിയുമ്പോഴത്തേന്. വെളിച്ചെണ്ണ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ട് ധാരാളം പേര്. കാരണം ഒരു മായവും ഇല്ലാത്ത നല്ല ഒന്നാം തരം എണ്ണയാണിത്. ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ എണ്ണ ആട്ടിയില്ലേന്ന്. ഞങ്ങൾ ജനുവരി മാസത്തിൽ, ഡിസംബർ അവസാനം ജനുവരിയിൽ എണ്ണയാട്ടുന്നതാണ്. ഈ കൊല്ലത്തെ മഴ കാരണം എണ്ണയാട്ടിയില്ല. ഇപ്പോഴാണ് ഇതെല്ലാം വെട്ടി എടുത്ത് ചെയ്യുന്നത്. ആട്ടുന്ന എണ്ണ കൂടുതലും ഞാനാണ് ഉപയോഗിക്കുന്നത്. അതിവിടെ വയ്ക്കും. ബാക്കി കുറേ പേര് ഇവിടെ ആവശ്യക്കാർ വരും. 15 കിലോ 20 കിലോ
പിന്നെ 10 കിലോ 5 കിലോ അങ്ങനെയാണ് എൻ്റെ. അത് അയൽവക്കംകാരും എല്ലാം വരും. ഈ തവണ അവരെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ ഫ്രണ്ട്സ് പ്രായം എടുത്ത് കഴിച്ചാൽ ഉടനെ അതിൻ്റെ എണ്ണ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പിന്നെ ചുമയാണ്. അത് തിന്നണ്ടെന്ന് കരുതിയാലും അത് കഴിക്കും. അപ്പം ഞങ്ങളുടെ തേങ്ങയെല്ലാം വെട്ടി ചെറുതായിട്ട് അരിഞ്ഞ് ഡ്രയറിനകത്ത് വെച്ച് ഉണക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ മില്ലിൽ കൊണ്ടുപോയി ആട്ടാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കൊപ്രയെല്ലാം കൊണ്ടുപോവുകയാണ് മില്ലിലോട്ട്. പൊൻകുന്നത്താണ് മില്ല്. അവിടെ കൊണ്ടുപോയി ആട്ടിക്കൊണ്ടുവരും. ഇത്രയും ജാറ് എണ്ണ കിട്ടിയിട്ടുണ്ട്. ഒരു ജാറ് അവിടെ തന്നെ നമ്മൾ കൊടുത്തു. ഇതിൻ്റെ പിണ്ണാക്കുണ്ട്, തേങ്ങാ പിണ്ണാക്ക്. അത് ആ മില്ലിൽ തന്നെ കൊടുത്ത് വില മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ തേങ്ങയെല്ലാം കൊപ്രയാക്കി ഉണക്കി എണ്ണയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുക.